ജീവിതത്തെ മൂടിയ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് അതിജീവിക്കുന്ന ഒരു 8ാം ക്ലാസ്സുകാരനുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം വണിയംകുളത്ത് ഓട്ടിസം ബാധിച്ച സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിനായി പഠനത്തോടൊപ്പം LED ബൾബുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി പ്രതിസന്ധികളോട് പോരാടുകയാണ് കോതയൂർ ചോലക്കൽ വീട്ടിൽ രഞ്ജിത്ത്. ജീവിത വഴികളിൽ കയ്പ് കലർന്ന കടമ്പകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എപ്പോഴൊക്കെയോ പതറേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുകയാണ് പാലക്കാട് വാണിയംകുളം TRK ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കോതയൂർ ചോലക്കൽ വീട്ടിൽ രഞ്ജിത്ത. ജന്മന ഓട്ടിസം ബാധിച്ച 17കാരനായ സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിന് വെളിച്ചമായത് LED ബൾബ് നിർമ്മാണമാണ്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ മാനത്തോളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് രഞ്ജിത്തും മാതാവ് 50കാരിയായ രാജേശ്വരിയും ബൾബ് നിർമ്മാണം പഠിച്ചത്. പരിശീലനത്തിൽ 13കാരന്റെ മികവും താല്പര്യവും കണ്ടതോടെ ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ചു നൽകി. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത ബൾബ് നിർമ്മിക്കാൻ തുടങ്ങും. ഒരു കൈ സഹായത്തിന് അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാകും. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാണിയംകുളം TRKയിൽ പഠിക്കുന്നു. ഒഴിവുള്ള നേരത്ത് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കുന്നു. എൻ്റെ ഏട്ടന് വയ്യാത്തതാണ്, അച്ഛന് അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കുന്നു. ഞാൻ LED ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണിയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുമുണ്ട്. നിർമ്മിക്കുന്ന ബൾബുകൾ സൈക്കിളിൽ വാണിയംകുളം ടൗണിലും അയൽ വീടുകളിലും സ്കൂളിലുമൊക്കെയായി വിൽപ്പന നടത്തും. വിറ്റ് കിട്ടുന്ന ലാഭം സഹോദരന്റെ ചികിത്സാ ചെലവിനും കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിനുമായി ഉപയോഗിക്കും. സൈക്കിളിൽ പോയാണ് ബൾബ്